ആരിഫ്, നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനുദിനം നമ്മുടെ വാർത്തകളിൽ നിറയുന്ന ഈ പള്ളികളുടെ മേലുള്ള അവകാശവാദങ്ങളാണ്. നാട്ടിലെ ഹിന്ദുത്വവാദികളെന്ന് അവകാശപ്പെടുന്നവരോ അല്ലെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ ആ ഗണത്തിൽപ്പെടുത്താവുന്നവരോ ആയ വിഭാഗമാണ് പലപ്പോഴും ഇന്ത്യയിലെ പള്ളികളിൽ ഓരോ ദിവസം എന്ന കണക്കിന് ഓരോ പള്ളിയിലും അത് ക്ഷേത്രാവശിഷ്ടങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണ് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംഭാലിലെ പള്ളിയിൽ, ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭാൽ പള്ളിയിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും 5-6 പേര് കൊല്ലപ്പെടുകയും ചെയ്ത വലിയ കലാപം നടന്നിട്ട് ആഴ്ചകളേ ആയുള്ളൂ. അതിനിടയിലാണ് ഇന്നലെ നമ്മുടെ വിശ്വവിഖ്യാതമായ അജ്മീർ ഖാജ മൊയിനുദ്ദീൻ ചിഷ്തിയുടെ ദർഗാ ഷെരീഫ്, എല്ലാ മതവിഭാഗങ്ങളും മതസമുദായങ്ങളും ഒക്കെ വന്നു പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു സൂഫി ദേവാലയമാണത്. അതിന് നേരെയും അവിടെ ശിവക്ഷേത്രമാണ് എന്ന അവകാശവാദവുമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും ഈ നേരത്തെ RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത്ജി തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഇന്ത്യയിലെ പള്ളിച്ചുവട്ടിലൊക്കെ നിങ്ങൾ കിളച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രാവശിഷ്ടങ്ങൾ എല്ലായിടത്തും കണ്ടേക്കും. അത് അന്വേഷിക്കാൻ പോയാൽ, അവിടെയൊക്കെ ശിവലിംഗം തേടാൻ പോയാൽ എന്നാണ് സമാധാനത്തോടെ ഇന്ത്യക്കാർക്ക് ജീവിക്കാനാവുക എന്ന് അദ്ദേഹം പോലും 2 കൊല്ലം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് പക്ഷേ യാഥാർത്ഥ്യമായ മട്ടാണ്. ഇന്നിപ്പോൾ എല്ലാ ദിവസവും അത്തരം ആരോപണങ്ങളും അത്തരം അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ്. എല്ലായിടത്തും സംഘർഷം ഉണ്ടാവുകയാണ്. അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ ഭൂമിയായി വ്യാപകമായി പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ എങ്ങനെയാണ് എക്സ് മുസ്ലിംസ് എന്ന നിലയിലല്ല, ആരിഫ് ഹുസൈൻ എന്ന സാമൂഹ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകൻ എങ്ങനെ കാണുന്നു? ഈ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഒട്ടും തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയല്ല, അതിൽ ഒരു സംശയമില്ല. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയെ എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ അഡ്രസ്സ് ചെയ്യണം, ഇതാണ് നമ്മളുടെ പ്രശ്നം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട്, അത് സംബന്ധിച്ചിട്ടുള്ള നിയമവ്യവസ്ഥിതിയൊക്കെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ അപ്പോഴും ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ മോഹൻ ഭാഗവത് സംഘപരിവാർ നേതാവ് തന്നെ വന്ന് പറയുകയാണ്, ഇത് ശരിയല്ല, ഇത് ഈ പള്ളിയുടെ ഉള്ളിൽ ശിവലിംഗം തിരയുന്ന പരിപാടി നിർത്തണമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ച, അങ്ങനെയുള്ള ഒപ്പോസിങ് വോയിസസിന് ഇവിടെ ഒരു തരത്തിലുള്ള ഒരു പരസ്യപ്പെടുത്തലും ഇവിടെ നടക്കുന്നുമില്ല. അത് നമ്മൾ കാണണം. അതൊന്നും ഇവിടെ ആരും ചർച്ചയാക്കിയിട്ടില്ല. ഇപ്പോഴും ഇത് ചെയ്യുന്ന സമയത്ത് ഇത് സംഘപരിവാർ അവർ മുന്നിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഞാനിതിൽ പറയുന്നത്, ഇത് സംഘപരിവാറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകളോ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് വിശ്വാസികൾ തമ്മിലുള്ള പ്രശ്നമാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ഒരു വിഷയം. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് വെച്ചാൽ അതുമല്ല. കാരണം ഇതിൽ ആഗോളതലത്തിൽ ഇതുപോലുള്ള പ്ലേസസ് ഓഫ് വർഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ കാണേണ്ടത്, ഇതിനൊരു റിയാലിറ്റി ഉണ്ട്, ഇതിനൊരു കാരണമുണ്ട്, ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ലക്ഷ്യം ഇത് അവസാനിപ്പിക്കുക എന്നുള്ള. അപ്പോൾ നിലവിലത്തെ നിയമം ഏതായാലും ഇതിന് ഒരു അവസാനം കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു നിയമമാണെന്ന് തോന്നുന്നില്ല. കാരണം അതിനകത്ത് ചില ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം വേണം, ഇതിൻ്റെ അടിയിൽ അമ്പലം ഉണ്ടോ ഇല്ലയോ, എന്തെങ്കിലും ഉണ്ടോ സാധനം. എന്തൊരു കൗതുകം എന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണെന്നറിയാം അതിനെ മറികടന്നത്? 1947 ആഗസ്റ്റ് 15 സ്റ്റാറ്റസ് കോ നിലനിർത്തുക. അന്നൊക്കെ പള്ളിയായിരുന്നതൊക്കെ പള്ളി, ക്ഷേത്രമായിരുന്നതൊക്കെ ക്ഷേത്രം എന്ന് ഖണ്ഡിതമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ വാദം എന്താണെന്നറിയോ? ഈ 47 ആഗസ്റ്റ് 15 സ്റ്റാറ്റസ് എന്തായിരുന്നു എന്ന് ഇപ്പോൾ പരിശോധിക്കാമല്ലോ എന്നാ. അതെ, അത് എന്തൊരു വൃത്തിയായിട്ട വാദം എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് പോകുന്നത്. അതെ. അപ്പം ഞാനിതിൽ പറയുന്നത്, ഇതിലൊരു നീക്കുപോക്ക് വേണമല്ലോ. ഇതിൽ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഹിന്ദു മുസ്ലിം റൈവലറിയും ഇതുപോലെയുള്ള ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ കുഴിച്ചു നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ, മക്കയിലുള്ള കാബ അത് പോലും ഒരു അമ്പലമായിരുന്നു എന്നത് തന്നെയാണ് അവിടെ നമുക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ ഹദീസിൽ അടക്കമുള്ള കാര്യമാണ്. അത് പിടിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് 360ഓളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. മുഹമ്മദ് നബി സ്വന്തം കൈ കൊണ്ട് തല്ലി പൊട്ടിച്ചിട്ടാണ് അത് പള്ളിയാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതൊരു ഇബ്രാഹിം നബിയാണോ? മുഹമ്മദ് നബി ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി തന്നെയാണ് അത് ചെയ്തത്. അതായത് വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുക, അത് തല്ലി പൊട്ടിച്ച് തുടങ്ങി, എന്നിട്ട് പറഞ്ഞു ബാക്കി നിങ്ങൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മക്ക വിജയത്തിൻ്റെ സമയത്ത്.
ഇതാണ് അവിടെ ഹദീസിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മത ചരിത്രം നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ 1947 സ്റ്റേറ്റസ് ഒക്കെ വെക്കണമെന്ന് പറയുമ്പോഴും അവിടെ ഒരു കാര്യമുണ്ട്. ഇതുപോലുള്ള ആവശ്യങ്ങൾ വരും. മുന്നേ ഒരു നമ്പർ പറഞ്ഞത് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ 30,000-ഓളം സ്ഥലങ്ങൾ, അമ്പലങ്ങൾ ആണ് അല്ലെങ്കിൽ പള്ളികളാണ് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതെന്നാണ് പണ്ട് ഏതോ ഒരു ഈ മേഖലയിലുള്ള ആൾ പറഞ്ഞു. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതെ, 30,000 സൈറ്റുകളാണെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഏതൊക്കെയാണ് 30,000 എന്നുള്ളത് ഒരു ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടുത്തെ സംഘപരിവാർ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ASIയെ കൊണ്ട് ഇന്നത്തെ കാലത്ത് കുഴിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റേഡാർ സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തപ്പി നോക്കാമല്ലോ. തപ്പി നോക്കിയിട്ട് ഏതിലൊക്കെയാണ് സാന്നിധ്യം ഉള്ളത്, ഏതിലൊക്കെയാണ് സാന്നിധ്യം ഇല്ലാത്തതെന്നുള്ളത് സമയബന്ധിതമായിട്ട് അത് പറഞ്ഞങ്ങ് തീർക്കാം. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കണം. ഈ 30,000-ന് അപ്പുറത്തേക്ക് ഇനി ഒരു സൈറ്റ് നിങ്ങൾക്ക് പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. അതുമാത്രമല്ല, അത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് വെക്കണം. അതിൻ്റെ ഒരു മിനിമം പ്രായപരിധിയൊക്കെ നമ്മൾ വെക്കണം. ആ പള്ളിയോ അല്ലെങ്കിൽ ആ സ്ഥാപനം അവിടെ ഉണ്ടായിട്ട് മിനിമം ഒരു 100 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇതുകൂടെ ഉണ്ടായിരിക്കണം. ഇന്നലെ മിനിയാന്നോ പണിതൊരു പള്ളിയുടെ താഴെ പോയിട്ട് പണിയണം നോക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു മാനദണ്ഡം വെച്ച് ഈ 1947 എന്നുള്ളതിൻ്റെ അപര്യാപ്തത ഇന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അതും കൂടി മറികടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്ന് അത് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റ് നമ്മൾ നോക്കുക. അതായത് 30,000-ൽ എത്ര എണ്ണത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഇതിൽ നിങ്ങൾക്ക് സംഗതികൾ കാണാൻ സാധിച്ചത് എന്നുള്ളതിൻ്റെ കണക്കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു കൺവിക്ഷൻ റേറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഡിറ്റക്ഷൻ റേറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് 50% ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വെച്ച് നിങ്ങൾക്ക് തീർക്കാം. കാരണം അത്രയേ ഉള്ളൂ അതിൻ്റെ ആക്യുറസി എന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 50% പോലും അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. യെസ്, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ പേരിലുള്ള റാഡിക്കലൈസേഷൻ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡേറ്റ വെച്ച് പറഞ്ഞാലല്ലാതെ നടക്കില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഇപ്പോഴും ബാബരി മസ്ജിദിൻ്റെ ആ സ്ഥലത്ത് അവിടെ ഖനനം നടത്തി നോക്കിയപ്പോൾ അവിടെ അതിൻ്റെ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു എന്ന വിവരം അറിയാത്ത ആളുകൾ ഇന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തിയ വിവരം പറഞ്ഞിട്ട് ഇന്നും ആളുകൾ അറിയുന്നില്ല എന്ന വിവരം നമ്മൾ KK മുഹമ്മദിനെ പോലുള്ള ആളുകൾ വന്നിരുന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ASIയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ആളാണ് പറയുന്നത് അവിടെ അന്ന് ഞങ്ങൾ കണ്ടു, പക്ഷേ ബാക്കിയുള്ള ആളുകളാണ് പറയുന്നത് അത് കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്ക് തോന്നുന്നതേ അതറിയാത്തതുകൊണ്ടല്ല, അത് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടായിട്ടുമല്ല, സമ്മതിച്ചുകൂടാന്നുള്ളതുകൊണ്ടാണ്. KK മുഹമ്മദ് സാറ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഞാൻ എന്ന ഭാരതീയൻ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കണ്ട യാഥാർത്ഥ്യം ഏറ്റവും ആദ്യം പോയി പറഞ്ഞത് അന്നത്തെ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന സയ്യിദ് ഷഹാബുദ്ദീൻ MP-യോടാണ്. അദ്ദേഹം വളരെ ക്ഷമയോടെ കേട്ട് കഴിഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞ മറുപടി, മിസ്റ്റർ മുഹമ്മദ് യു ആർ ടു ലേറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് വലിയ തിരിച്ചു നടക്കാനാവാത്ത വിധം വലിയ പ്രക്ഷോഭമാക്കി ഇന്ത്യൻ തെരുവിലേക്ക് എടുത്തു കഴിഞ്ഞു, ഇനി യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്നാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് പൊളിറ്റിക്കലൈസ് ചെയ്യുമ്പോൾ, വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണത്. പക്ഷെ ഒരു കാര്യമില്ലേ, ഈ ഒരു വിഷയം വന്ന് പറയുമ്പോൾ ഷിയ വിഭാഗം അവരിതിൽ നിന്ന് പിന്മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ നോക്കിയപ്പോൾ ഓക്കെ, ഇതിൻ്റെ അടിയിൽ ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടം കണ്ട സ്ഥിതിക്ക് ഇനി ഞങ്ങൾ ഈ കേസിലില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മറ്റൊരു വലിയ വിഭാഗത്തിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാതെ അവരുടെ പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി അത് ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മുടെ മുന്നിൽ. മാത്രമല്ല KK മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, അതായത് മറ്റ് ചില ഹിന്ദു സംഘടനകൾ അവർ വന്നിട്ട് ഇതേപോലെ അമ്പലം അവിടെ ഉണ്ട് എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ ASI വന്ന് തപ്പി നോക്കിയിട്ട് ഇല്ല, ഇവിടെ അമ്പലം ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിനടാ എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന കാഴ്ചയും KK മുഹമ്മദ്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എല്ലാവരും ഇപ്പോൾ നമ്മളുടെ DY ചന്ദ്രചൂഡിനെയാണ് എല്ലാവരും ഇപ്പോൾ ക്രൂശിക്കുന്നത്. ഈ ഒരു ഭൂതത്തെ അഴിച്ചുവിട്ടത് നമ്മളുടെ ചീഫ് ജസ്റ്റിസ് ആണ്, ഇറങ്ങിപ്പോകുന്നതിന് മുന്നേ ഉണ്ടാക്കിയ വലിയൊരു പൊല്ലാപ്പാണെന്നൊക്കെ പറയുന്നത്. യെസ്, അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വാദം നമ്മൾ ഉന്നയിച്ചാൽ അത് കോടതിയെ അവിശ്വസിക്കാനുള്ളൊരു വഴി കൂടിയാണ് നമ്മൾ തുറന്നിടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള പോംവഴി അത് നിയമപരമായ വഴി തന്നെയാണ് തേടേണ്ടത് എന്നൊരു റീഇൻഫോഴ്സ്മെൻറ്റ് പുള്ളി നടത്തിയെന്നാണ് ഞാൻ പറയുക. കാരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബാബരി മസ്ജിദ് പൊളിക്കണ പോലെ പൊളിക്കുന്ന ഒരു അവസ്ഥയും അത് വീണ്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും പോയി കഴിഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ ദോഷം? അപ്പോൾ ഞാൻ പറയുന്നു, ഇന്നത്തെ കാലത്ത് നമുക്ക് വഴികളുണ്ട്, ഇത് സോൾവ് ചെയ്യാനുള്ള വഴികളുണ്ട്. അതിൽ ആദ്യത്തെ ചുവടുവെപ്പ് എന്താണ്?
ഇതുപോലുള്ള നിയമവഴികൾ തേടിക്കൊണ്ട് അതിനുള്ള order നേടിക്കൊണ്ട് നിയമവഴികൾ തേടുക. ഇപ്പോൾ അതിൻ്റെ സമ്പൂർണ്ണമായ ലിസ്റ്റ് ASIയെ പോലുള്ളവരെ ഏൽപ്പിച്ചിട്ട് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുക. 2, അവരുടെ അന്വേഷണം അന്തിമമായി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ സ്റ്റാറ്റസ് കോ നിലനിർത്തുക. അവിടെ ആരും ഇടപെട്ട് സംഘർഷങ്ങൾ ഉണ്ടാക്കാതിരിക്കാനോ പ്രാർത്ഥനകൾ തടയാനോ പോകാതിരിക്കാൻ ഉള്ള ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യുക. ഒരു കാര്യം കൂടിയില്ലേ, ഞാനൊന്ന് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ താഴെ ഒരു പള്ളി, ഒരു വലിയ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മുസ്ലിം പള്ളിയുടെ താഴെ നമ്മൾ ഈ റേഡാറൊക്കെ വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടമാണെന്ന് കണ്ടു എന്ന് തന്നെ വിചാരിക്കാം. ഇനി എന്ത് ചെയ്യും? നമുക്കത് എന്തായാലും പൊളിച്ച് അവിടെ അമ്പലം പണിയാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ അത് അങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു മൾട്ടി ഫെയ്ത്ത് സെൻ്ററാക്കി മാറ്റിയിട്ട് അത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അങ്ങനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടൂറിസം ലിങ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാഷണൽ ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സൈറ്റാക്കി മാറ്റും. അത് ASI ഏറ്റെടുക്കുമെന്നൊരവസ്ഥയും വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിലായിരിക്കും പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭാഗമാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് ഏറ്റവും വലിയ ഹിന്ദു മുസ്ലിം സൗഹൃദത്തിൻ്റെ ചിഹ്നമായിട്ടല്ലേ മാറുക? ഞാനതാ ഇന്ത്യയുടെ മഹത്തായ സ്വപ്നങ്ങളിൽ ഒന്ന് എന്നേ അത് പറയാൻ പറ്റുള്ളൂ. കാരണം അത്തരം ശ്രമങ്ങൾ നടന്നപ്പോഴൊക്കെ ഇന്ത്യയിൽ വലിയ കലാപവും പ്രക്ഷുബ്ധമാവുകയും രാഷ്ട്രീയമാവുകയൊക്കെയാണ് ചെയ്തത്. നല്ല നിർദ്ദേശമാണ്. എനിക്കുള്ള വിയോജിപ്പ് അവിടെയാണ്. അതായത് നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ സാമ്പാലിൽ ആ വിഷയം നടക്കുമ്പോൾ കോടതി പരിശോധന അത് ലക്ഷ്യമിട്ട് കോടതിയെ സമീപിച്ചത് ഹിന്ദു വിഭാഗം. അവരതിനു വേണ്ടിയിട്ട് കാത്തുനിന്നു. അവരതിൻ്റെ വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ സർവേ നടത്തുന്നതിന് വേണ്ടി കാത്തുനിന്നു. അതിൻ്റെ വഴികൾ അവർ തേടി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സർവേ നടത്താൻ വരുന്ന ആളുകളെ അതിനെ അനുവദിച്ചുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണോ വേണ്ടത്, അതോ അവരെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണോ വേണ്ടത്? ഏതാ ശരി? ഇവിടെ ആ ചെയ്ത ആളുകൾ അവർ ചെയ്തത് ഒട്ടും തന്നെ ശരിയല്ല. അവരെ കല്ലെടുത്ത് എറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമത്തെ പല്ലിളിച്ച് കാണിക്കുന്നതിന് തുല്യമല്ലേ, അതിനെ പുല്ലുവില കൽപ്പിക്കുന്നതിന് തുല്യമല്ലേ? ഒരു തരത്തിലും നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഈ നമ്മൾ വലിയ വർഗീയവാദികൾ എന്ന് പറയുന്ന ഹിന്ദു വിഭാഗം അവിടെ കൈക്കൊണ്ട രീതിയെ നമുക്ക് പൊക്കി പറയേണ്ട ഒരു ഗതികേട് കൂടിയല്ലേ ഇവിടെ വരുന്നത്. അതിന് വഴിവെച്ചത് ആരാണ്? ഇതേ മുസ്ലിം വിഭാഗമല്ലേ. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെയുള്ള ഇതുപോലുള്ള റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള ഇമോഷണൽ ഔട്ട്ബേഴ്സ്റ്റുകൾ ഇത് മുസ്ലിം സമുദായത്തെ കൂടുതൽ റിഗ്രസീവ് തോട്ട്സ് ഉള്ള ആളുകളാണ് എന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നതിനല്ലേ വഴിവെക്കുന്നത്. ആ നിയമത്തിൻ്റെ വഴിയെ പോയിക്കൊണ്ട് അവിടെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുഴപ്പത്തിലെത്തുക ഹിന്ദു വിഭാഗമല്ലേ. അതെങ്കിലും അവർക്ക് ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വലിയ പൊളിറ്റിക്കൽ ഡിവൈഡിലേക്ക്, കമ്മ്യൂണൽ ഡിവൈഡിലേക്കൊക്കെ പോകുന്നതും അത് കൂടുതൽ രാജ്യത്തെ സംഘർഷാത്മകമാക്കുന്നതും. അപ്പോൾ ഞാൻ പറയുന്നു, ഈ ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാതെ ഇവിടെ നമുക്ക് ചീഫ് ജസ്റ്റിസിന് കുറ്റം പറഞ്ഞുകൊണ്ട് നിയമ സംവിധാനം അതെടുത്ത നിലപാടിനെ നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ചില അപാകതകളുണ്ട്. അത് പരിഹരിച്ച് കൂടുതൽ ശക്തമായ ഒരു രീതിയിലേക്ക് ഇതിനൊരു പദ്ധതി രൂപീകരിച്ച് ഹിന്ദു മുസ്ലിം യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ആ ഒരു ബ്രദർഹുഡിൻ്റെ വലിയ ഒരു സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ കഴിയുന്ന ഒരു വിഷയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒറ്റവാക്കി പറഞ്ഞാൽ ഞാൻ പ്രധാനമന്ത്രിയായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ വലിയ സ്വപ്നമാണ് ആരിഫ് പങ്കുവച്ചത്. തീർച്ചയായും അത് കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ, ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ ഇടയായാൽ ഇതൊക്കെ തന്നെയായിരിക്കും അന്തിമമായി സമാധാനത്തിലേക്കുള്ള വഴി എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. നടക്കും. ഞാൻ ആരിഫിന് നന്ദി പറഞ്ഞു അവസാനിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.